അടിപൊളിയല്ലേ? സൂപ്പറായില്ലേ? ഒരു പൈസ ഒപ്പിച്ച് തന്നേക്കണം കേട്ടാ. നീ എവിടെയായിരുന്നു ഇത്ര നേരം? താമസിച്ചു പോയി. ഇത് സംഭവം എല്ലാം ഓക്കെ അല്ലേ? എല്ലാം ഓക്കെ ആണ്. പണി എല്ലാം റെഡി ആയിട്ടുണ്ട്. കാര്യങ്ങളെല്ലാം ഓക്കെ ആയിട്ടുണ്ട്. എന്താണെന്നറിയാമോ, ഞാൻ ആകപ്പാടെ വിഷമത്തിലും സങ്കടത്തിലും അങ്ങനെ നിന്ന് എനിക്ക് ആകപ്പാടെ ഇതായി പോയത്. എന്ത് നിനക്ക് എന്താ വിഷമം? നീ എന്താ പിന്നെ സങ്കടപ്പെടുന്നത്? ചെറിയൊരു പ്രശ്നത്തിലേക്കൂടാ ഞാൻ. എന്താ നിന്റെ പ്രശ്നം എന്ന് പറ. ചുമ്മാ ഞാൻ സത്യം പറയാം, ഞാൻ ചിറ്റപ്പൻ അങ്ങ് പോയി, ചേട്ടൻ ചിറ്റപ്പൻ അങ്ങ് അവിടെ ചെന്നിട്ട് എന്നെ അവിടെ കയറ്റിയില്ല. വിഷയം ചെറിയൊരു വിഷയം. അത് കഴിഞ്ഞ് ഞാൻ കുഞ്ഞമ്മയുടെ അങ്ങ് പോയി. അവിടെ ചെന്നപ്പോ കുഞ്ഞമ്മേനെ ഇറക്കി വിട്ട് എന്നെ അവിടെ കയറ്റിയില്ല. ചെറിയൊരു വിഷയം. അതിന് മാമിയുടെ അങ്ങ് പോയി. അവിടുന്ന് മാമിയും കൂടെ എന്നെ ഇറക്കി വിട്ട് എന്നെ അവിടെ കയറ്റിയില്ല. വിഷയം ചെറിയൊരു വിഷയം. ആരൊക്കെ ഇറക്കി വിട്ടാലൊന്നും നിനക്ക് ഞാനില്ലേ? എന്റെ വീട്ടിൽ നിനക്ക് എത്ര ദിവസം വേണമെങ്കിലും താമസിക്കടാ. നിനക്കറിയാതെ, നീ വിഷമിക്കാതെ. എനിക്കറിയാം. വിഷമൊക്കെ ആയിട്ട് നീ ഇങ്ങനെ സങ്കടപ്പെടാൻ പാടുണ്ടോ? അതേടാ. എന്തായിരുന്നു നിന്റെ വിഷമം? എനിക്ക് ചിക്കൻ ബോക്സ് ആയതുകൊണ്ട് ആരും കയറ്റുന്നില്ല. ഞാനാണോ നീ അല്ല എന്നെ വന്ന് കെട്ടിപ്പിടിക്കാൻ? ഞാൻ വല്ലതും ചെയ്തോ? ഞാനെന്ത് ചെയ്യും? എന്തോ ചെയ്യാനല്ല. പിന്നെ എനിക്ക് പറഞ്ഞോണ്ട് കിടക്കാക്കോ. ആരെങ്കിലും പറഞ്ഞോണ്ട് എന്നെ കെട്ടിപ്പിടിച്ചാൽ എന്റെ കോളെ കയറാൻ പറ്റുമോ? എടാ കുഴപ്പമില്ല, ഞാൻ കുളിച്ചു. കുളിച്ചത് വിഷയമില്ല, കുളിച്ചാ വിഷയമില്ല. അലമ്പുണ്ടാക്കില്ല കേട്ടോ. ഒന്ന് വിഷു ഒക്കെയാണ്. ഞാൻ കടന്നു പോയ വീട്ടിലാറുണ്ട്. എടാ ഇത് കൊള്ളാൻ കണ്ട സെറ്റപ്പ് ഉള്ളത്. എടാ ഇത് എന്തിനാ വെക്കുന്നത്? ഈ വെള്ളരി എന്തിനു വെക്കുന്നത്? വെള്ളരി, ചക്ക. നിനക്ക് വിഷുവിന്റെ ചരിത്രം അറിയാവോ? കൊള്ളാം, അറിയാവോ? അത് ഏതും പോരാത്ത എന്നോട്. അതായത് ഈ കോമഡി ഷോയിലൂടെയാണ് തുടക്കം. പിന്നെ ധർമ്മജനങ്ങൾ കൂടി. അത് കഴിഞ്ഞ് പിന്നെ സിനിമയിൽ അഭിനയിക്കുന്നു, സിനിമ സംവിധാനം ചെയ്തു, ഇപ്പൊ രാഷ്ട്രീയത്തിലേക്ക്. നീ ആരാരി പറയണത്? മറ്റേ പിഷാരടി. അതിന്റെ ചരിത്രമല്ലേ? ബാലകൃഷ്ണൻ എന്നാണ് അച്ഛന്റെ പേര്. പിന്നെ ഒരു ഹിന്ദിക്കാരി പൊങ്ങാണ് കിട്ടിയത്. എടാ വിഷുവിന്റെ ചരിത്രം പറയാൻ പറയുമ്പോ നീ പിഷാരിയുടെ ഒരു ചരിത്രം പറയുന്നോ? എടാ സത്യം പറഞ്ഞാൽ എന്താ അറിയോ, ഈ രാഷ്ട്രീയ നേതാക്കളെ കാട്ടി സിനിമാതാരന്മാര് ഇലക്ഷൻ ഇന്ന് ജയിക്കണയാണ് നമുക്ക് നല്ലത്. അതാകുമ്പോ സ്വന്തം മണ്ഡലത്തിൽ കണ്ടില്ലേലും നമുക്ക് വല്ലപ്പോഴും സിനിമയിലും ടി വിയിലും കാണാം. മനസ്സിലായോ? നിന്റെ അച്ഛനെ പോലീസ് അറസ്റ്റ് ചെയ്ത ആന്ധ്ര ഇന്ത്യ ഇടയ്ക്ക് അതുകൂടെ ഒന്ന് ആലോചിച്ചു. അച്ഛനെ പോലീസ് കൊണ്ടുപോയി അതറക്കാനുള്ള തത്രപ്പാടുമായിട്ട് നടക്കുന്നത്. അതെന്നെ പറ്റി? എടാ നിനക്കറിയത്തില്ല, അച്ഛന് ഈ കൈനോട്ട പരിപാടിയല്ലേ? എനിക്കറിയാം. തത്തമ്മയെ കൊണ്ടുപോയിട്ട് തത്തമ്മ കൊണ്ട് ചീട്ടെടുപ്പിക്കുന്നത്. തത്തയെന്ന് പറഞ്ഞാൽ അന്യായമായിട്ട് സംസാരിക്കുന്ന ഒരു തത്തയടാ. തത്തയോ? ഉഗ്രം തത്ത. അതായത് നാക്കുറ സത്യം മാത്രം പറയുന്നത്. പിന്നെ സത്യം മാത്രം പറഞ്ഞിട്ടാണ് പോലീസുകാർ പിടിച്ചോണ്ട് പോയത്. അച്ഛന്റെ തത്ത സത്യം പറയും, പക്ഷെ അച്ഛൻ നാക്കെടുത്താ കള്ളവല്ലേ പറയത്തുള്ളൂ. അങ്ങനെ പക്ഷെ എന്നിട്ട് പോലീസുകാർ ഇടിച്ചപ്പോ തത്ത പറയുന്ന പോലെ പറഞ്ഞു. ആര് തത്തയാ? അല്ല നീ ഞങ്ങളുടെ അച്ഛൻ. ശരി. എടാ നീ സാധനങ്ങളെ ഒന്ന് സെറ്റ് ചെയ്യടാ. എന്റെ കാര്യം സെറ്റ് ചെയ്യാം. എടാ നീ എങ്ങനെയെങ്കിലും എന്നെ വീട്ടിൽ കയറ്റി അവിടെ പ്രശ്നം എന്താ? എന്താ പ്രശ്നം? ഒന്നും ഇല്ലടിയാ, നിനക്കറിയാലോ എന്റെ പെണ്ണുമുള്ള വീട്. അപ്പൊ എന്റെ വീട്ടിൽ നിന്ന് പിണങ്ങി അവൾ ഇവിടെ വന്ന് നിൽക്കുകയാണ്. എടാ അതെനിക്കറിയാം, നിന്റെ പെണ്ണുമുള്ള വീട് അതാണെന്നും നീ അവിടെ നിന്ന് പിണങ്ങി ഇറങ്ങിയിരിക്കുകയാണെന്നും എനിക്കറിയാം. എന്താണ് കാര്യം എന്നാണ് ഞാൻ ചോദിച്ചത്. ഒരു നിസാര കേസ്, ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത്. സത്യമായിട്ട് ഒരു തെറ്റിദ്ധാരണയാ. സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ മൊബൈലിൽ ചാറ്റ് ചെയ്യുവാണേ. അതായത് എനിക്ക് ഈ ഓച്ചറയില് ബിന്ദുലാൽ എന്ന് പറഞ്ഞ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് കേട്ടോ മാമ. അപ്പൊ ഇവനെ ഞാൻ ബിന്ദു എന്നാണ് ഫോണിൽ സേവ് ചെയ്തിട്ടിരുന്നത്. അപ്പൊ രാത്രി അവൻ പണിയും കഴിഞ്ഞ് വരും, ഞാനും പണിയും കഴിഞ്ഞ് ചാറ്റ് ചെയ്യുമ്പം എവിടെ വിചാരം ഞാൻ ബിന്ദു എന്ന് പറഞ്ഞ ഏതോ ഓച്ചറുള്ള പെണ്ണുമായിട്ട് ചാറ്റ് ചെയ്യണം. അങ്ങനെ കലിപ്പായതില്ലേ? നിസ്സാര കാര്യം ഉണ്ടായിരുന്നുള്ളൂ. പ്രൊഫൈൽ പിക്ചർ എടുത്ത് കാണിച്ചു കൊടുക്കണമായിരുന്നു. പ്രൊഫൈൽ പിക്ചർ എടുത്ത് കാണിച്ചു കൊടുത്താൽ അതിലും വിഷയമായത്. ആ നാറിയാണ് അവന്റെ പെണ്ണുമുളയുടെ പടമാണ് പ്രൊഫൈൽ പിക്ചർ ആക്കിയിട്ടേക്കണേന്ന്. എന്തോ കട്ടമെന്ന് പറഞ്ഞു. വിളിച്ചപ്പോ അവൻ കിടന്ന് ഉറങ്ങണേ. ഈ പെങ്കൊച്ച് ഫോൺ എടുത്തിട്ട് മണിയെണ്ണ പറയണ എന്തര ചോദിച്ചു. അപ്പൊ പിന്നെ കലിപ്പായില്ലേ? ഇത് പെണ്ണെന്ന് വിശ്വസിച്ചിരിക്കുക. എനിക്ക് പറയാനൊരു അവസരം മതി. അത് ഞാൻ ശരിയാക്കി തരാം. നിനക്ക് അകത്ത് കയറിയാ പോരെ? അത് മതി. അത് നീ അകത്ത് കയറി കഴിഞ്ഞാൽ പുള്ളിക്കാരത്ത് പുറത്തിറങ്ങണം. അവള് പുറത്തിറങ്ങിയപ്പോഴേ എനിക്ക് അകത്ത് കയറാൻ പറ്റുള്ളൂ. അപ്പൊ നീ വീട്ടിൽ എന്ത് വേറെ പ്രശ്നം ഉണ്ടായി ഞാൻ അറിഞ്ഞില്ല. വീട്ടിൽ പ്രശ്നം ഒന്നാമത്തെ കേസ് എനിക്ക് ഇവിടെ കയറാൻ പറ്റാത്ത എന്തെന്നറിയാടാ. ഇവർ ഒരു അമ്മൂമ്മയുണ്ട്. അമ്മൂമ്മ കഴിഞ്ഞ വർഷം വിഷുവിന് എന്നോട് പറഞ്ഞു ഒരു ഊഞ്ഞാല് കെട്ടി തരാമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ആരെയാലും ഊഞ്ഞാല് വിഷുവിന് ഊഞ്ഞാല് കെട്ടുവോ? നമ്മൾ ഓണത്തിനല്ലേ ഊഞ്ഞാല്? അപ്പൊ ഞാൻ പറഞ്ഞു അമ്മൂമ്മ ഇത് നമ്മൾ ഓണത്തിനാണ് ഊഞ്ഞാല്. പറ്റില്ല മക്കളെ, എനിക്ക് ഊഞ്ഞാലില്ല മക്കളെ എന്ന് പറഞ്ഞ ഞാൻ പാവം പിടിച്ച അമ്മച്ചിയല്ലേന്ന് ഓർത്ത് ഊഞ്ഞാലി കെട്ടി കൊടുത്തു. എന്നിട്ട് അത് കയറ്റിയിരുത്ത് ഞാൻ പതുക്കെ ഇങ്ങനെ നാട്ടി വിട്ടു. അപ്പൊ എന്നോട് പതുക്കെ പോരാ ആയത്തിൽ പിടിക്കാൻ. അപ്പൊ ഇച്ചൂടെ ആയത്തിലെടുത്ത് ഞാൻ വിട്ടുകൊടുത്തു. അപ്പൊ പറഞ്ഞു അതും പോരാ, നല്ല ആയത്തിൽ പിടിക്കാൻ. റബ്ബർ ബാൻഡ് വലിക്കുന്നവരെ വലിച്ച് അങ്ങ് പിടിച്ചൊരു ഒറ്റ വിടൽ കൊടുത്തു. ഈ നിമിഷം വരെ കൈ കിട്ടിയിട്ടില്ല.